ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. 15,000 താഴെ നിങ്ങൾ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫോൺസ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നതോടുകൂടെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ ഏതാണ് ബെസ്റ്റ് ഫോൺസ് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് സെലക്ട് ചെയ്യാം. സാംസങ് ഫോൺസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 സാംസങ് ഗാലക്സി M35. ഡിസ്പ്ലേ വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ. സ്ക്രീനിലാകട്ടെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. പ്രോസസ്സറിൻ്റെ കേസ് വരുന്ന സമയത്താണ് ഒരുപാട് പേര് ഈ ഫോണിൽ മാറിപ്പോകുന്നത്. കാരണം ഇവിടെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറോ അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി പ്രോസസ്സറോ ഒന്നും അല്ല നൽകിയിട്ടുള്ളത്. സാംസങ്ങിൻ്റേതായിട്ടുള്ള ഒരു 5 നാനോമീറ്റർ എക്സിനോസ് 1380 ചിപ്സെറ്റാണ് നൽകിയിട്ടുള്ളത്. എക്സിനോസ് ചിപ്സെറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫോൺ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം മറ്റുള്ള ഹൈ പെർഫോമൻസ് ചിപ്സെറ്റ് നൽകുന്ന അതേ പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. എബോവ് 6 lakhs വരെ AnTuTu സ്കോർ നൽകുന്നുണ്ട്. അതായത് ഒരു ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് എക്സിനോസിൻ്റെ 1380. LPDDR4Xൻ്റെ റാം വേരിയൻസ് ആണ് വരുന്നത്. 6GB-യും 8GB-യും വേരിയൻസ് വരുന്നുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. അതിലാകട്ടെ 128GB സ്റ്റോറേജും 256GB സ്റ്റോറേജ് വേരിയൻസും വരുന്നുണ്ട്. ക്യാമറ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വിത്ത് OIS സപ്പോർട്ടോട് കൂടി. OIS സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതായത് നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൻ്റെയൊക്കെ വൈബ്രേഷൻ കാരണം ആ വീഡിയോ ക്ലിയർ ആവാതിരിക്കും, അതിലിങ്ങനെ കുറേ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണുകളാണെങ്കിൽ നമ്മുടെ ആ ഒരു വൈബ്രേഷന് ഫോൺ തന്നെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗിംബലിലൊക്കെ എടുക്കുന്ന പോലെ സെറ്റായിട്ടുള്ള വീഡിയോസ് കിട്ടും. അതായത് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു മികച്ച ഫീച്ചർ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ നൽകിയിട്ടുണ്ട്. 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഫ്രണ്ടിലാകട്ടെ 13 മെഗാപിക്സലിൻ്റെ പഞ്ച് ഹോൾ ഡിസൈനോട് കൂടിയ ഒരു സെൽഫി ക്യാമറ. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒരുപോലെ തന്നെ 4K at 30 FPS വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ ക്യാമറ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M35. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. NFC ഫീച്ചറും നൽകിയിട്ടുണ്ട്. ബാറ്ററി സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 മൈക്രോ ആംപിയറിൻ്റെ വലിയ ബാറ്ററി. എന്നാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തതാണ് കുറച്ച് കുറഞ്ഞു പോയത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. കുറച്ചുകൂടി കൂടുതലൊക്കെ കൊടുക്കായിരുന്നു. ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് അർത്ഥം. മൾട്ടിമീഡിയ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സ് തന്നെയാണ് ഈ 15,000 താഴെ ആയിട്ട് പോലും കമ്പനി നൽകിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ വരുന്നത് Android 14-ലാണ്. Android 14-ലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫോൺ എടുക്കാതിരിക്കേണ്ട കാര്യമല്ല. കാരണം മറ്റൊരു ബ്രാൻഡും നൽകാത്ത അത്ര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സാംസങ് മാത്രമേ നൽകുന്നുള്ളൂ. 4 വർഷത്തെ OS സപ്പോർട്ട് നൽകുന്നുണ്ട്. അതായത് Android 14-ൽ നിന്നും Android 15, 16, 17 ഒക്കെ കിട്ടാനുള്ള സാധ്യത ഈ ഫോണിൽ വളരെ കൂടുതലാണ്. അടുത്തതായി വരുന്നത് നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ CMF Phone 1. ഡിസ്പ്ലേ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. പഴയ കാലത്ത് നോക്കിയ ആയിരുന്നു അല്ലേ ഒരുപാട് ഫാൻറ്റസി ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരുന്നത്. അതിലൊരു ഫാൻറ്റസി ഫീച്ചർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഫോണിൻ്റെ കേസ് മാറ്റിയിടാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ട് ഫോണിൻ്റെ കേസ് ഇങ്ങനെ മാറ്റിയിടാൻ പറ്റിയ ഒരു ഫാൻറ്റസി ഫീച്ചർ. CMF Phone 1-ന്റെ കേസിലും അതേപോലുള്ള ഒരു ഫാൻറ്റസി ഫീച്ചർ ഉണ്ട്. ഫോണിൻ്റെ ബാക്ക് പാനലിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 4 പല കളേഴ്സിൽ ബാക്ക് പാനൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും. ഒരു ബാക്ക് പാനൽ കളറിന് തന്നെ നമുക്ക് ഏകദേശം 1250 രൂപ കൊടുക്കേണ്ടി വരും. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 4 നാനോമീറ്റർ 5G ഹൈ പെർഫോമൻസ് ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത്. റാം വരുന്നത് LPDDR4Xൻ്റെ 6GB 8GB വേരിയൻസിലാണ് വരുന്നത്. സ്റ്റോറേജ് ടൈപ്പ് ആകട്ടെ UFS 2.2 128GB വേരിയൻറ്റും 256GB വേരിയൻസും വരുന്നുണ്ട്. ക്യാമറ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ. ഫ്രണ്ടിലാകട്ടെ 16 മെഗാപിക്സലിൻ്റെ പഞ്ച് ഹോൾ ഡിസൈനിൽ വരുന്ന ഒരു സെൽഫി ക്യാമറ.
സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സോഫ്റ്റ്വെയർ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നത്തിങ് OS 3.0 വേർഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട് വൈസ് ഇല്ല, ആപ്പ് സജഷൻസ് ഇല്ല, അങ്ങനെ ഒരു പരസ്യ അപ്ലിക്കേഷൻസും ഇല്ലാത്ത നല്ല ക്ലീൻ UI സോഫ്റ്റ്വെയർ ആണ് നൽകിയിട്ടുള്ളത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നൽകുന്നുണ്ട്. മൾട്ടിമീഡിയ സൈഡിലോട്ട് നോക്കുന്ന സമയത്താണ് ചെറിയൊരു പോരായ്മ ഉള്ളത്. അതായത് ഇവിടെ ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് നൽകിയിട്ടുള്ളൂ. സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സിന്റെ ഒരു കുറവുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സ് പ്രതീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ആ ഫോണിലോട്ട് പോകാം. ബാറ്ററി സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിന്റെ ബാറ്ററിയും നൽകിയിട്ടുണ്ട്. അടുത്ത ഫോൺ വരുന്നത് വിവോ T4X 5G 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 6.72 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1080 നിറ്റ്സ് ആണ്. CMF ഫോൺ 1ൽ വന്നിട്ടുള്ള സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 4 നാനോമീറ്റർ 7300 5G പ്രോസസർ. ഈ പ്രോസസറിന്റെ ANTUTU സ്കോർ വരുന്നത് 7 lakh എബോ ആണ്. അതായത് ഒരു ഹൈ പെർഫോമൻസ് ചിപ്സെറ്റ്. LPDDR4X RAM 6GB 8GB വേരിയൻസിലാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ്. സ്റ്റോറേജ് വേരിയൻസ് വരുന്നത് 128GBയും 256GBയും. മൾട്ടിമീഡിയ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. അതായത് മുന്നേ പറഞ്ഞിട്ടുള്ള സെയിം പ്രോസസർ, എന്നാൽ അതിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വിവോ T4X 5Gയിലോട്ട് വരാം. ബാറ്ററി സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 6500 മൈക്രോ ആംപിയറിന്റെ ഒരു വലിയ ബാറ്ററി. ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ. ഇവിടെ നിങ്ങൾ 8GB വേരിയന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4K at the rate 30 FPS വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് കേട്ടോ. എന്നാൽ നിങ്ങൾ 6GB വേരിയന്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ 1080p റെക്കോർഡിംഗേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഫ്രണ്ടിലാകട്ടെ പഞ്ച് ഹോൾ ഡിസൈനോട് കൂടിയ 8MP സെൽഫി ക്യാമറ. ബാക്ക് സൈഡിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതായത് IR ബ്ലാസ്റ്റർ നൽകിയിട്ടുണ്ട്. ബാക്കിലാണ് IR ബ്ലാസ്റ്റർ നൽകിയിട്ടുള്ളത്. സാധാരണ ഫോണിന്റെ മുകൾ ഭാഗത്തല്ലേ കൊടുക്കുക, ഇവിടെ താഴ്ഭാഗത്ത് ബാക്ക് സൈഡിലാണ് നൽകിയിട്ടുള്ളത്. ക്യാമറയുടെ ആ സൈഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ക്യാമറകളുടെ താഴ്ഭാഗത്താകട്ടെ മനോഹരമായ ഒരു RGB നോട്ടിഫിക്കേഷൻ ലൈറ്റും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഫോണിൽ ആ ലൈറ്റ് പല കളേഴ്സ് ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസേഴ്സ് ആണ് വരുന്നത്. സോഫ്റ്റ്വെയർ വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15ലാണ് വരുന്നത്. 2 വർഷത്തെ OS അപ്ഡേറ്റും വരുന്നുണ്ട്. ബ്ലോട്ട് വോയ്സിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിക് ആണ്. കുറച്ച് ബ്ലോട്ട് വോയ്സ് ഒക്കെ ഉണ്ട്, എന്നാലും കുറവാണ് ബ്ലോട്ട് വോയ്സ്. അടുത്ത ഫോണ് റിയൽമി നാർസോ 70 ടർബോ 5G 120 ഹേർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. മുന്നേ പറഞ്ഞിട്ടുള്ള 2 ഫോൺസിന്റെയും സെയിം പ്രോസസർ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 എനർജി ചിപ്സെറ്റ്. LPDDR4X RAM 3 വേരിയൻസിലാണ് വരുന്നത്. 6GB 8GB 12GB. UFS 3.1 സ്റ്റോറേജ് ടൈപ്പിൽ 128GBയും 256GB വേരിയൻസ് ആണ് വരുന്നത്. TUV SUD ലാഗ് ഫ്രീ മൊബൈൽ ഗെയിമിംഗ് സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതായത് മൊബൈൽ ഗെയിമിംഗ് പർപ്പസസിന് നിങ്ങൾ ഫോൺ നോക്കുന്നത് 15,000 താഴെങ്കിൽ ഈ ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോൺ. റിയൽമി നാർസോ 70 ടർബോ 5G. മൾട്ടിമീഡിയ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഡ്യുവൽ സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സ് തന്നെ നൽകിയിട്ടുള്ളത്. ക്യാമറ സൈഡിലാകട്ടെ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറോടും കൂടിയ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 4K വീഡിയോ റെക്കോർഡിംഗ് at the rate 30 FPS സപ്പോർട്ടബിൾ ആണ്. ഫ്രണ്ടിലാകട്ടെ 16 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ഡിസൈനോട് കൂടി വരുന്ന ഒരു സെൽഫി ക്യാമറ. ബാറ്ററി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിന്റെ ബാറ്ററി. സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആൻഡ്രോയിഡ് 14ലാണ് വരുന്നത്. 2 വർഷത്തെ OS സപ്പോർട്ട് നൽകുന്നുണ്ട്. നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തത് ഒരു 15,000 റുപ്പീസിന്റെ ഉള്ളിൽ വരുന്ന ഫോണുകളാണ്. എന്നാൽ ലാസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഫോണ് വാല്യൂ ഫോർ മണി എന്ന് പറയാം. എല്ലാവർക്കും ഈ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടോളുന്നില്ല. ഇൻഫിനിക്സിൻ്റെ ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു 10,499 രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കൂടെ കിട്ടുകയാണെങ്കിലോ, ദറ്റ് ഈസ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫിനിക്സ് നോട്ട് 50X 5G പ്ലസ് 120 ഹേർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ. 672 ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പ്രോസസ്സർ വരുന്നത് മുന്നേ പറഞ്ഞിട്ടുള്ള സെയിം പ്രോസസ്സർ തന്നെ. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 4 നാനോമീറ്റർ പ്രോസസ്സർ. LPDDR4Xൽ 6GB 8GB വേരിയൻസ് ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പിൽ 128GB വേരിയന്റ് ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് മൾട്ടിമീഡിയ സെക്ഷനിലും നൽകിയിട്ടുള്ളത്. ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ജംപ് കട്ട് ക്യാമറ വിത്ത് ഹാലോ ലൈറ്റിംഗ് ആണ് വരുന്നത്.
അതായത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ. ഇതിലാകട്ടെ 4K at 30 FPS വീഡിയോ റെക്കോർഡിങ്ങും സാധിക്കും. ഫ്രണ്ടിലാണെങ്കിൽ പഞ്ച് ഹോൾ ഡിസൈനോട് കൂടിയ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. ഇതിലാകട്ടെ 2K at 30 FPS വീഡിയോ റെക്കോർഡിങ്ങും സാധിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. മുന്നേ പറഞ്ഞ ആ ഒരു RGB ലൈറ്റിൻ്റെ പരിപാടി ഇവിടെയും വരുന്നുണ്ട്. ബാറ്ററി സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ വലിയ 5500 മൈക്രോ ആംപിയറിൻ്റെ ഒരു ബാറ്ററി. ഓപ്പറേറ്റിംഗ് OSനെ കുറിച്ച് പറയുന്ന സമയത്താണ് ബ്ലോട്ട് വൈസിൻ്റെ എണ്ണം മിനിമലിസ്റ്റിക് ആണ്, വളരെ കുറവാണ്. ഇവിടെ ക്ലീൻ UI ആണ് ഇൻഫിനിക്സ് നൽകിയിട്ടുള്ളത്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആൻഡ്രോയിഡ് 15ലാണ് OS വരുന്നത്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI ഫീച്ചേഴ്സ് ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഈ 10,000 രൂപയുടെ ഫോണായിട്ട് പോലും 12,000 രൂപയ്ക്കാണ് ഇവർ ഇവിടെ ഇതിനെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് 10,499 ഈ ഫോൺ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.